അപ്പൊ ഇത് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഹിലേര ചാനലാണ്. ഹിലേര ചാനലിൽ നമ്മളൊക്കെ വന്നിരിക്കുകയാണ്. ഞാന് ആദ്യമായിട്ട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാ. ഇന്റർവ്യൂ ഒന്നും അല്ല, ക്യാഷ് ടോക്ക് ആണ്. എന്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ലേനെ ഏറി കയറ്റുക എന്നുള്ളത്. ട്രോളന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്ന് ഏറി കയറിയിട്ട് രാജ്യത്ത് നിന്ന് നാട് വിട്ടു പോയാണ്. തിരിച്ച് ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന് തിരിച്ചു കയറി. എനിക്കിപ്പോ അവാർഡ് കിട്ടിയില്ല. അമ്മയാണ് വെച്ചിരിക്കുന്നത്. അത് നോട്ട് ചെയ്തേക്കണേ. ഓക്കെ പറഞ്ഞു. ബെസ്റ്റ് എനിക്ക് അവാർഡ് മേടിച്ചത് ആര്യതി ചേച്ചിയാണ്. ഏത് അവാർഡ് കിട്ടിയത്? ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് വെൽനെസ് എഡ്യൂക്കേറ്റർ. ഓക്കെ ഓക്കെ. അതിനൊരു വലിയ പേരാണ്. അത് ഓർത്തിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവക്ക് പകരം അവാർഡ് കിട്ടിയത്, അവാർഡ് മേടിച്ചത് പൊടിയായിരുന്നു. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എത്താൻ പറ്റൂലായിരുന്നു. ഞാൻ UK-ലായിരുന്ന സമയത്ത് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ UK-ൽ എവിടെയാണ്? പിന്നെ ഓക്കെ. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കട്ട് ചെയ്താ CCTV ഞാൻ എടുത്തിടും. ഓക്കെ. അപ്പം ഈ അവാർഡ് കിട്ടിയതിനു ശേഷം മീഡിയസിന് ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിങ്ങനെ ഓരോ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഹെൽത്തി ക്രിറ്റിസിസം ഓക്കെയാണ്, പക്ഷെ പർപ്പസ്ലി നമ്മള് ഡീഗ്രേഡ് ചെയ്യാനും ഹറാസ് ചെയ്യാനും നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ എന്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ കവലടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഉണ്ണാക്കന്മാരെ ചാട്ടവാറ കൊണ്ട് അടിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോ എന്റെ ക്യാരക്ടർ അങ്ങനെ, എന്റെ അടുത്ത് ആരും അങ്ങനെ വന്ന് നിന്നിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ആൾക്കാർക്ക് അറിയാം ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് പോകൃത്തരം പറഞ്ഞാൽ തിരിച്ച് ഞാൻ പറയുന്ന ഒരു ടൈം, അല്ല ഞാൻ നല്ലവനായിട്ടുള്ള ഉണ്ണിയായിട്ട് നിന്നിട്ടില്ല. ഇപ്പം ഈ പാസ്റ്റിലെ ഒരുപാട് ഡീഗ്രേഡിങ് അല്ലെങ്കിൽ പർപ്പസ്ലി ആ ഹസ്ലിനെ ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നേരിട്ടുണ്ട് എന്താണ് പ്രതികരണം? അല്ല എനിക്കിപ്പോ ചാട്ടവാറോണ്ടും മുഖത്തടിക്കലും നടന്നില്ലെങ്കിലും ഒരു പുച്ഛം ഉണ്ടായിരിക്കും മുഖത്ത്. നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റത്തില്ല. മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റൂല. കുറച്ചധികം പേര്, എണ്ണത്തിന്റെ അധികം കുറച്ച് പേര് പോയിട്ട് അല്ല നമ്മൾ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ഒരുപാട് വിഷമിച്ചിട്ടല്ല. ഏത് വ്യക്തി ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നാളായിട്ടുണ്ട് അല്ലെ? ഒരുപാട്. ഇപ്പം എത്ര വർഷമായി? 3.5 വർഷത്തിനിടയിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും, ബെസ്റ്റ് ഫ്രണ്ട്സും ക്ലോസ് ഫ്രണ്ട്സും ചങ്കും ബട്ടിയും ബെസ്റ്റിയും എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളെങ്കിലും സിൻസിയർ ആയിട്ടുണ്ടോ? നമ്മുടെ അടുത്ത് പറഞ്ഞില്ലെന്നാണ് കേട്ടോ. നല്ല ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, അധികം നമ്മൾ ഒരുപാട് ഇപ്പൊ ഏതായിക്കോട്ടെ, യൂട്യൂബിനല്ല ഏതൊരു ഫീൽഡിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് ഡിസ്ക്ലോസ് ചെയ്യരുത്. നമുക്കറിയില്ല ഒരു ആൾക്കാരെ ഉള്ളിൽ ചന്ത് കയറിയിട്ട് ഇവര് നല്ലവരാണോ, നാളെ നമുക്ക് പണി തരുമോ, മറ്റന്നാൾ പണി തരുമോ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എല്ലാരോടും നമ്മളുടെ കുറച്ച് നമുക്ക് പേഴ്സണൽ സീക്രട്സ് ഉണ്ടാവും, പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് ആരോടും പറയണ്ട. യൂട്യൂബിൽ പ്രത്യേകിച്ച്. കാരണം യൂട്യൂബ് ആയ എന്താ പ്രശ്നം എന്നറിയോ, നമ്മുടെ സ്കൂളോ കോളേജോ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവര് ഫ്രണ്ട്സിന്റെ ഇടയിലേ സംസാരിക്കത്തുള്ളൂ. യൂട്യൂബ് ആകുമ്പോൾ പ്രശ്നം വെച്ചാൽ അടി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ പബ്ലിക്കിൽ വന്നിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക. അപ്പം ലോകത്തിലുള്ള എല്ലാവരും അറിയും. അതിനേക്കാൾ ഒരു 4-5 പേര് അറിയുന്നതാണോ ലക്ഷക്കണക്കിന് ആൾക്കാർ അറിയുന്നതാണോ പ്രശ്നം? അതാണ് ഇത് ഓരോ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ വരുമ്പോ ചില സമയത്ത് കേരളത്തിൽ പോകാറുണ്ടല്ലോ. എന്താണ് ആ ഒരു സമയത്ത് എന്താ തോന്നുന്നത്? ചോദിക്കണേ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും കേരളം അപ്പൊ എന്ത് ഫീൽ ചെയ്യും? അപ്പൊ തോന്നുന്നു വെച്ചാൽ സന്തോഷം. എനിക്ക് സന്തോഷമായിരുന്നു. എയറിൽ കയറുമ്പോ എങ്ങനെ ഒന്ന് നിന്ന് കിട്ടും അല്ലെങ്കിൽ അടുത്ത ട്രോൾ ചെയ്യുന്ന ട്രോളന്മാരൊക്കെ ട്രോൾ ചെയ്യുമ്പോ എന്തെങ്കിലും ട്രോൾ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ അത്ര വന്നിട്ടില്ല. ട്രോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തേക്കണം. ട്രോൾ നമുക്ക് വിഷമം ഉണ്ടാവാം. റിയാക്ഷൻ വീഡിയോസ് ചില സംഭവങ്ങള് കുറച്ച് കാണുമ്പോൾ നമുക്ക് നല്ലപോലെ ഹേർട്ട് ചെയ്യും. ചില കാര്യങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാത്തത് അല്ലെങ്കിൽ
ഇല്ലാത്തതായിരിക്കും പറയാ, അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പോലും കറക്റ്റ് അറിയാനായിട്ടായിരിക്കും സംസാരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്തിനാണ് ഇങ്ങനെ ആവുന്നത് എന്നുള്ളൊരു വിഷമം തോന്നും. പിന്നെ എന്തൊക്കെ വന്നാലും നമ്മൾ യൂട്യൂബിൽ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ടാവും. ഒരു 3-3.5 വർഷമായിട്ട് എന്നെ അറിയുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാലും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരപ്പൊ സ്നേഹിച്ചേക്കാളും കൂടുതൽ നമ്മളെ വെറുക്കും. അയ്യോ ഇങ്ങനെയായിരുന്നോ, ഞാൻ സ്നേഹിച്ച അസല ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ഇത് വരും. അതെനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുത്താണ് യൂട്യൂബ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇങ്ങനെ ഒരു പേര് ഉണ്ടാക്കിയെടുത്തത്. അത് പോകുമ്പോ ആർക്കാണെങ്കിലും ഒരു സങ്കടം വരുമല്ലോ. പോയിട്ടൊന്നുമില്ല, അതെ അതെ ചേട്ടാ, ഇത് റോബിൻ ചേട്ടാ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തത്. അല്ല എന്നെ ഇന്റർവ്യൂ ചെയ്തെന്നല്ലേ പറഞ്ഞു, അപ്പൊ തിരിച്ചെന്തെങ്കിലും പറയണല്ലോ. ഓക്കെ, അംജു എന്ന് പറയുന്നത് അംജുക്ക് സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്നാ വരുന്നത് അറിയില്ല, ലീവ് കിട്ടിയിട്ടില്ല, വരുന്നില്ല എന്നാണ് അറിയുന്നത്. കാരണം പുള്ളിക്ക് ലീവില്ല. സർപ്രൈസ്. അംജു എങ്ങനെയാണ് എനിക്ക് കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്നത്? അംജുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഭയങ്കര കൂളാണ് ചില കാര്യങ്ങളില്, പക്ഷെ ഭയങ്കര സങ്കടം. എനിക്ക് എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ കൂളും സങ്കടം എങ്ങനെയാ ഒരുമിച്ച് വരുന്നത്? കൂളും സങ്കടം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അത് ആളോട് ചോദിക്കേണ്ടി വരും. സങ്കടം എന്ന് വെച്ചാൽ ഇമോഷനാണ്. കൂളെന്ന് വെച്ചാൽ ആളുടെ പേഴ്സണാലിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്കിപ്പോ എന്ത് സോഷ്യൽ മീഡിയ കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. പക്ഷെ എല്ലാ കാര്യവും ഇമോഷൻ വരും. ചില സാധനം കാണുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യം വരും, ഫ്രസ്ട്രേഷൻ വരും, സ്ട്രെസ് വരും, സങ്കടം വരും, ചില സന്തോഷം വരും. ഇതെല്ലാം എല്ലാ കൈൻഡ് ഓഫ് സാധനവും ഉണ്ട്. അല്ലാതെ നമുക്ക് എപ്പോഴും കൂളായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് ആള് പൊതുവെ ഒരു കൂൾ പേഴ്സണാലിറ്റിയാണ്. ഇപ്പൊ എല്ലാവരോടും ചിരിച്ച് കളിച്ച് ആദ്യമായിട്ട് ഒരാൾ കണ്ടാൽ പോലും അംജുകാക്ക് അത് ഫസ്റ്റ് ടൈം മീറ്റ് ആണെന്ന് അവൻ തോന്നിപ്പിക്കില്ല. അവന് അത്രയോ പരിചയം. പക്ഷെ ചില കാര്യങ്ങൾ വരും, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാവും കൂടുതലും നമുക്ക് ദേഷ്യം, സങ്കടം ഒക്കെ. അപ്പൊ എനിക്ക് നെഗറ്റീവ്സ് ഇങ്ങനെ വരുമ്പോ എന്റെ കൂടെ ഒരു വർഷമായിട്ട് ഇപ്പൊ ജീവിക്കുക. അപ്പൊ ഞാൻ എന്തെന്നുള്ളത് കറക്റ്റ് എന്റെ പാരന്റ്സിനും എന്റെ പാർട്ട്ണർക്കും മാത്രമേ എന്തെന്ന് അറിയുള്ളൂ. അപ്പൊ വേറെ ഇങ്ങനെ കുറെ കേൾക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവനക്ക് ദേഷ്യം വരും. ആ ദേഷ്യം അവൻ വീട്ടിൽ വന്ന് വേറെ രീതിയിൽ അവൻ തീർക്കുന്നുണ്ടെങ്കിൽ സങ്കടം വരും. അങ്ങനെയൊക്കെ ആയിരിക്കും. അവനക്ക് സോഷ്യൽ മീഡിയ എന്നൊരു സമയത്ത് വെറുത്തു പോയി. കാരണം അവൻ സോഷ്യൽ മീഡിയ ഉള്ള ഒരാളായിരുന്നില്ല. എന്നിട്ട് പിന്നെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കോൺടന്റ് അപ്പൊ ആളെന്ത് എന്റെ കൂടെ വീഡിയോസിൽ വരാൻ തുടങ്ങി. എനിക്ക് സപ്പോർട്ട്, എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ പേടിയായിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ ആള് വീണ്ടും ആളുടെ ജോലിയും കാര്യങ്ങളൊക്കെ. ഞാൻ പ്രൊമോഷൻ ചെയ്യുമ്പോ കൂടുതലും നോക്കിയും കണ്ടൊക്കെ തന്നെ ചെയ്യാറുണ്ട്. എനിക്ക് അറിയത്തില്ല. ഞാൻ സത്യം ഞാൻ ഹെലനസ് പാർട്ടിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അതെ, ഹെലനസ് പാർട്ടിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവള് ഫോൺ എടുത്തിട്ടില്ല. അവള് വല്ലപ്പോഴൊക്കെ ഫോൺ, ഞങ്ങള് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സോ തിക് ഫ്രണ്ട്സോ അല്ല. എനിക്ക് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സായി കൃഷ്ണന്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറയുന്നതല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ ഇങ്ങനെ ചെയ്യുന്നത്, എന്താ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് പറയുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ വരുമ്പോൾ ഡബിൾ സ്റ്റാൻഡ് ആയിട്ടാണ് സായി കൃഷ്ണ പറയുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടോ? കാരണം ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും. ബാക്കിയുള്ളവർ വന്നു കഴിഞ്ഞാൽ തളച്ച് പഠിപ്പിക്കും എന്നുള്ളൊരു സംഭവം. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഒരു വീഡിയോ കണ്ടതാ. ഞാൻ ഇപ്പൊ വരുന്ന വഴിക്ക് ഞാൻ കണ്ടതാ. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി എടുത്തൊരു വീഡിയോ. അതിന്റെ അകത്ത് ഫ്രണ്ട് ഒരു കുറ്റം ചെയ്തു, അത് ഞാൻ എന്ത് വന്നാലും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഫ്രണ്ടാണ് സപ്പോർട്ട് ചെയ്തോ? നമ്മൾ മനുഷ്യരാണ് അല്ലേ? നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യാം, ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന തരാം അല്ലേ? ആ സമയത്ത് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പോലും ഇല്ലാതെ എന്നെ പോലെ പല ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്, ചവിട്ടി ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? തോന്നിയിട്ടില്ലേ? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ചേട്ടൻ ഇറങ്ങിയ സമയത്ത് ഞാൻ അല്ല ഫ്രണ്ട് ആയിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഡബിൾ സ്റ്റാൻഡ് അല്ലേ? എന്തുകൊണ്ടാണ് ഫ്രണ്ടിന്റെ അടുത്ത് ഫ്രണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടാണ് ഞാൻ കൂടെ നിൽക്കും, ഞാൻ ഇത് ചെയ്യും, നീയൊക്കെ എന്ത് ചെയ്തോ എന്ന് പറയുന്നതും വേറെ ഒരാളിനെ ഇതിന്റെയും തമ്മിൽ ഡബിൾ സ്റ്റാൻഡേർഡ് തോന്നിയിട്ടില്ലേ? അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. അല്ല, അങ്ങനെയാണ്. ഇപ്പം നോർമലി കാഷ്വലി ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ്, അല്ലെന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ല. ഇപ്പൊ ഒരു കാര്യം സമൂഹത്തിൽ രണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ആ രണ്ടിനെ പറ്റി വിലയിരുത്താൻ പറ്റൂല. അല്ല, ഞാൻ ടു ബി ഓണസ്റ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തൊരു കുട്ടിയാണ്. എനിക്ക് റോബിൻ ചേട്ടനെ അറിയാം. എനിക്ക് റോബിൻ ചേട്ടനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബ്രദറിനെ പോലെയാണ് ചേച്ചിയും ചേട്ടനും. ഞാൻ അന്ന് അധികം കണ്ടിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, വീഡിയോസും കണ്ടിട്ടോ എനിക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഇതേപോലെ സായി ചേട്ടനെ എനിക്ക് പരിചയമില്ല. സായി ചേട്ടനെ എനിക്ക് സീക്രട്ട് ഏജന്റ് എന്നുള്ള ഒരാളെ അറിയില്ല. ഞാൻ ഒരു വട്ടം കണ്ടിട്ട് എന്നുള്ള ഒരു ഇതാണ്. പിന്നെ 2 വട്ടം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഈ
സാധാ വ്യൂവേഴ്സിനെ പോലെ അവിടെ ഇവിടെയും വരുന്ന വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പൊ ഞാൻ കുറെ കാലം ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഭയങ്കരമായിട്ട് ആ കോൺട്രവേഴ്സി നെഗറ്റീവ് വരുന്ന സമയത്ത് ഇവരൊക്കെ റിയാക്ട് ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഇതിന്റെ ഇടയിലുള്ള പ്രോബ്ലം, ഒരു റൂട്ട് കോസ് ഉണ്ടാവില്ല ഇതിന്റെ ഒക്കെ, ഇതെന്താ എനിക്കറിയില്ല. അപ്പൊ അല്ല ഇവർക്ക് അപ്പൊ ചേട്ടൻ അനുഭവിക്കുമ്പോഴേ ഞാൻ എന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ പലരിടത്തും എടുക്കുന്ന സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. ഫേവറിസം കാണിക്കുന്ന തോന്നിയിട്ടില്ല. ഫേവറിസം ഫ്രണ്ട്സിനോട് ഒരു പ്രത്യേക ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്കുള്ള ഇന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ പറ്റി അധികം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അധികം അവർ സഫർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ കുറച്ച് കൺസേൺ ഫീൽ ചെയ്തിട്ടില്ല. ഉണ്ടല്ലോ, ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെ പോലെ പലരും മനുഷ്യർ തന്നെയാണ്. നമുക്കൊരു മനുഷ്യനോടുള്ള മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു പരിഗണന എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. നമ്മളാരും ക്രിമിനൽ ക്രൈംസ് ഒന്നും ചെയ്ത ആൾക്കാരൊന്നും അല്ല. എന്റെ പേരിൽ ഒരു എഫ്ഐആറോ കാര്യങ്ങളൊന്നും ഇന്നവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, ദൈവം സഹായിച്ചു വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട്, മനസ്സിലായില്ലേ? അത് ഈ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഈ കാണുന്ന ഓരോ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഒരു നിലപാടേ പാടുള്ളൂ, മനസ്സിലായില്ല? അത് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ എന്തേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഇത്രേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യത്തില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്ത ആരാണെങ്കിൽ തെറ്റ് ചെയ്തെന്ന് തന്നെ പറയണം, മനസ്സിലായില്ല? അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ പരിഗണിക്കണം. അല്ലെങ്കിൽ എന്താണെന്നുള്ള വ്യക്തിപരമായിട്ട് സംസാരിച്ച് അതിനനുസരിച്ചുള്ള, അല്ലാതെ അയാളെ ഞാൻ അങ്ങനെ പറഞ്ഞു ഇത് ഇല്ലാണ്ടാക്കും, മറ്റേ തന്നെ ഫ്രണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയത്തില്ല എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡ് ആണ്, ഇരട്ടത്താപ്പാണ്, അല്ലേ? അല്ലെ അല്ലല്ല, ഇത് കാണുന്ന ഹിസ്ലയുടെ ഹിലയും കൂടെ ചേർന്ന് പോയി. ഓക്കെ, അസ്ലയുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യുക. ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഒരു വിഷയത്തിൽ രണ്ട് നിലപാടെടുക്കുന്നത് കട്ട് ചെയ്യാൻ പറ്റൂല. കട്ട് ചെയ്താൽ ഞാൻ അതിന് CCTV വോയിസ് ഇല്ലേ, വോയിസ് ഉണ്ട്, എനിക്കറിയാം വോയിസ് ഉണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്, അല്ലെ? പല സമയത്തും എന്തിന് സ്ട്രൈക്ക് കിട്ടുന്നത്? എന്ത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് ലോകത്ത് ഒരാൾക്ക് മാത്രമേ പേരുള്ളൂ. നമ്മള് സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് പേര് സംസാരിക്കുന്നു. ഇതൊന്നും കട്ട് ചെയ്യരുത്, പേഴ്സണൽ കാര്യമല്ല ഞാൻ പറയുന്നത്. ചേട്ടന്റെ വികാരം ചേട്ടൻ പറയുന്നു, ഇതൊരു ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ചേട്ടന്റെ വികാരം അല്ല കുഴപ്പമില്ല, ചേട്ടന്റെ വികാരമല്ല. എനിക്ക് ഞാൻ പേഴ്സണലി ഇതുകൊണ്ട് നിനക്കൊരു പ്രശ്നമില്ല. ഞാൻ എനിക്ക് പറയാനുള്ള ചേട്ടന്റെ വികാരങ്ങളാണ് പറയുന്നത്. എനിക്കത് വികാരമല്ല, എന്റെ അഭിപ്രായം എനിക്ക് കണ്ടപ്പോൾ ഇരട്ടത്താപ്പായിട്ട് തോന്നി. ഇപ്പൊ നീ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്, നിനക്ക് അത്യാവശ്യം വലിയൊരു ഫാൻ ബേസും കുറെ ആൾക്കാർ നിന്റെ ഇത് കാണുന്നേ. അപ്പൊ ഒബ്വിയസ്ലി നമ്മളെ പോലുള്ള ആൾക്കാർ വരുമ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് നമുക്ക് പറയണമെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, അത് നിനക്ക് ഇടാനുള്ള സ്വാതന്ത്ര്യം, അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സബ്സ്ക്രൈബേഴ്സിനുണ്ട്. മറ്റേ ഹെലനോസ് പാർട്ടിയുടെ കേസിൽ എനിക്ക് തോന്നിയത് പേഴ്സണലി, ഇപ്പൊ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഹെലനോസ് പാർട്ടിനെ ചിലപ്പോൾ ഇതിൽ കൊണ്ടുവരത്തില്ല. കാരണം എന്റെ ഫ്രണ്ട് എന്നുള്ള ഇതൊക്കെ മാത്രമല്ല, ഫ്രണ്ട് എനിക്ക് അത്ര ഭയങ്കര ഫ്രണ്ട്സ്, പക്ഷെ എന്റെ ഫ്രണ്ടാണ്. അവള് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്ന എനിക്ക് തോന്നില്ല. അവളുടെ ഒരു ആരും അറിഞ്ഞുകൊണ്ടൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നില്ല, പക്ഷെ അറിയാതൊക്കെ എനിക്ക് പലരും തെറ്റി വന്നത്, അങ്ങനെയുള്ള പലരും ഉണ്ട്. അപ്പൊ അത് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ ഒരാളോട് ചോദിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ആദ്യം വിളിച്ച് ക്ലിയർ ഇതാണോ കാര്യം എന്നൊക്കെ വിളിച്ചിട്ട് വേണം അത് ചെയ്യാൻ. പറയുന്നുണ്ടല്ലോ ആള് പിന്നീടാണ് അവരെ മെയിലും സംഭവം. അല്ല അത് അല്ല, ഞാൻ ചേട്ടൻ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ ഒരാളൊരു എന്തെങ്കിലും നെഗറ്റീവ് വീഡിയോ ചെയ്യും, ഒരാളിന് ഇഷ്ടമല്ല, അയാൾ എന്ത് ചെയ്താൽ അയാളെ കുറ്റക്കാരനാക്കി അടിച്ചമർത്തുക, അതൊന്നും ഫ്രണ്ടാണ്, എന്റെ ക്ലോസ് ആയിട്ടുള്ള കൺസേൺ ആയിട്ടുള്ള ആളാണ്, അയാൾക്ക് ഫേവറിസം കാണിച്ച് അയാളടുത്ത് ഞാൻ കുറച്ച് മയത്തിലെ കാര്യം ചെയ്യണമെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. രണ്ട് നിലപാടാണ്, രണ്ട് നിലപാടാണ് തെറ്റാണ്. അല്ല മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പറയാൻ പറ്റത്തില്ലേ? പറ്റുമല്ലോ. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. ഞാൻ എന്ത് കട്ട് ചെയ്യുക ഇതിലൊന്ന് ഞാൻ ഈച്ച രണ്ട് സാധനം കട്ട് ചെയ്യില്ല, ആദ്യം മുതൽ അവസാനം വരെ. ഇപ്പൊ നമ്മൾ ഇടാൻ പോവുക, ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവാ. എല്ലാരും സെക്കൻഡിൽ അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റിംഗ് ആദ്യം അവസാനം ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കും, അത് കിട്ടും. മറ്റേതൊരു സിനിമയിലുണ്ടല്ലോ
അല്ലല്ല എന്നെ വാ ചേട്ടാ നമുക്ക് വീഡിയോ ആദ്യം ഒരു വീഡിയോ ചെയ്തപ്പോഴേ ഇതിന്റെ സൗണ്ട് വന്നത് ശരിയാക്കി തരാം. ആക്ച്വലി ഇവിടെ നമ്മളൊരു കോസ്റ്റ്യൂം ഞാൻ എന്റെ ഒരു ഗൗൺ എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ വാ നമുക്കൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. ചേട്ടൻ ഇവിടെ ഇരുത്തി വാ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ഉള്ളിൽ പറഞ്ഞിരുന്നു വേണ്ട മോളെ സന്തോഷമുള്ള എന്തെങ്കിലും സന്തോഷമുള്ള ആൾക്കാർക്കായിട്ടുണ്ട് ചേട്ടൻ ലൈഫൊക്കെ എങ്ങനെ പോകുന്നത്. കല്യാണത്തിലെ കോസ്റ്റ്യൂം എവിടെ നമ്മൾ ചെയ്യുന്നത് ആയിരത്തിപ്പടിയാണോ? എന്നതാ ഇത് എന്റേത് ഇതല്ലേ ജനിച്ചിട്ട് ഡ്രസ് അല്ലേ? നമുക്കൊന്നും തരില്ല അറിയോ? അല്ല എൻഗേജ്മെന്റിന്റെ കളർ സെലക്ട് ചെയ്ത പുള്ളിക്കാരിയാ. പിന്നെ ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തു. അതെ അതെ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തോ മാരേജിന്റെ? വീഡിയോ കട്ട് ചെയ്യുന്നില്ല ഞാൻ, അതുകൊണ്ട് ഡേറ്റ് പറയണ്ട. വീഡിയോ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടേ അമ്മയ്ക്ക് സന്തോഷം കേട്ടോ. ഞങ്ങൾ ചേർന്ന വെള്ളം കുടിപ്പിക്കാം. എന്റെ അടുത്ത് ഞങ്ങളോട് കല്യാണത്തിന് എന്നോട് പറഞ്ഞു കല്യാണത്തിന്റെ ഡേറ്റ് ഒരിക്കലും പറയരുത്. അപ്പൊ ഞാനാണെങ്കിൽ മീഡിയ വന്ന് അധികം സംസാരിക്കാൻ നിൽക്കാറില്ല, മീഡിയ ഉള്ള സ്പേസിലേക്ക് അധികം പോവാറില്ല. അപ്പൊ റോബിൻ ചേട്ടനോട് കാറിൽ വെച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു മീഡിയ വരും ചോദിക്കും കല്യാണ ഡേറ്റ് പറയരുത്. അപ്പൊ തന്നെ ഞാൻ ചൂടായി. ചേട്ടൻ എന്താ ഞാൻ മീഡിയ എടുത്ത് സംസാരിക്കാൻ നിൽക്കണോ എനിക്കറിയില്ല, ചേട്ടന്റെ കാര്യം എന്നൊക്കെ കൊണ്ട് കരിപ്പായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിക്കായി. അപ്പൊ റോബിൻ ചേട്ടാ ഓക്കെ എന്നാ ശരി പറഞ്ഞു വേണ്ടതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് എത്തിയിട്ട് സ്റ്റേജിൽ കയറ്റിയിട്ട് രഞ്ജിനി ഹരിദാസ് എന്നോട് കല്യാണം ചോദിച്ചു. അപ്പൊ എന്റെ മൈൻഡില് മീഡിയ വന്നാ പറയാതെ ഇത് രഞ്ജിനി ഹരിദാസ് ആണല്ലോ ചോദിച്ചത്. ഞാൻ പറഞ്ഞു പോയി. വിറ്റെന്ന് പറയും എന്നെ വെള്ളം പിടിക്കാന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ചാറ്റിന് മീഡിയാസ് തമ്മിൽ പ്രത്യേക ബോണ്ട് ഉണ്ട്. അല്ല ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ മീഡിയ ക്യാമറ ഇതൊക്കെ ഞാൻ ഒബ്വിയസ്ലി ഞാൻ അറ്റൻഷൻ ഒക്കെ ആഗ്രഹിച്ചത്. കാരണം ഞാൻ എവിടെയോ ഇരുന്ന് ഏതൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ട ഒരു സാധാരണ അധികം ആൾക്കാർ അറിയാത്ത ഒരാള് ഇപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറിയുന്നില്ലേ നിന്റെ ഫാദറിന് എന്നെ ഇഷ്ടം. എന്നോട് ചോദിച്ചു നീ എന്തെങ്കിലും ചെയ്തത് ഡേറ്റ് പറയരുത് അത് മീഡിയ പബ്ലിക്കലി അനൗൺസ് ചെയ്യുന്നത് അതും വെറുതെ പറഞ്ഞത്. അതിന്റെ വായിൽ വന്നത് സെപ്റ്റംബർ. അപ്പൊ ഞാൻ സെപ്റ്റംബർ അല്ല ഞാൻ ഒരു കാര്യം ചേട്ടാൻ മീഡിയക്കാര് പറഞ്ഞു എന്തെങ്കിലും ഈ മീഡിയക്കാർ കാരണം ചേട്ടന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടനില്ലാന്ന് പറഞ്ഞു. എനിക്ക് നല്ലോണം തോന്നിയിട്ടുണ്ട്. അഭിപ്രായം പറയാൻ സമയം ഞാൻ പറയാം. മീഡിയ എന്ന് പറഞ്ഞാൽ രണ്ട് കൈൻഡ് ഓഫ് മീഡിയ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് വേൾഡാണ്. അവിടെ എല്ലാ കണ്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് നല്ല രീതിയിലും എടുത്ത് കാണിക്കും, നമ്മൾ ഈ പറയുന്ന മോശം രീതിയിലും എടുത്ത് കാണിക്കും. മനസ്സിലാവുന്നത്? സോ അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തില് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന ഓരോ മീഡിയക്കാർക്കും കണ്ടന്റ് വേണം, അതുകൊണ്ട് എന്ത് ചെയ്യണം, റവന്യൂ വേണം. അതുകൊണ്ടാണ് അവരുടെ ജീവിതവും കുടുംബം എല്ലാം പോകുന്നത്. നല്ലത് ഇപ്പം ഹില നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് ചിലപ്പം ഒരു 1000 പേരുണ്ടാകും. പക്ഷെ ഹില ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് കാണാൻ 25,000 പേരുണ്ടാവും. അങ്ങനെയാണ്. കാരണം ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പാസ്റ്റില് എന്തൊക്കെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നടന്നാലും നമുക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഓർത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാലും ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഒരു 80% നല്ല കാര്യം ചിലപ്പോൾ ഒരു 20% ആയിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള. പക്ഷെ നമ്മളെ അടുത്ത് ഓർക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ അടുത്ത് പറയുന്നതും ചിലപ്പോൾ ആ 20% ആയിരിക്കും. കാരണം നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസി അങ്ങനെയാണ്. അപ്പം ഇവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്നും മിണ്ടാതെ നമ്മുടെ കാര്യം നോക്കി എവിടെയെങ്കിലും പോയി ഒതുങ്ങി ജീവിക്കണം. നമ്മൾ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഫെമിലിയർ ആയി തുടങ്ങി കഴിഞ്ഞാൽ ഇതെല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എക്സ്ട്രീം പോകാൻ പാടില്ല. അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് തെറ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അത് പല പ്രാവശ്യം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈവൻ തംബ്നെയിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നതാണെങ്കിലും. പക്ഷെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ പ്രൊമോട്ട് ചെയ്യില്ലേ. ഞാനിന്ന് ഇന്നേ വരെ ഒരു മീഡിയക്ക് എന്ത് ചെയ്തിട്ടില്ല, ₹1 പോലും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ കൂടി അവരത് വന്ന് നമ്മളെ കണ്ടന്റ് എടുത്ത് നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാൻ എനിക്കത് വലിയൊരു കാര്യമാണ്. എന്നെ ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഇപ്പോഴും വരെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ തെറ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്.
ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട തമിഴിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല, മനസ്സിലായില്ല. മീഡിയ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നല്ലതാണ്, കുറെ കാര്യങ്ങൾ തെറ്റാണ്. ഇപ്പൊ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ അത് രണ്ടും നമുക്ക് രണ്ട് രീതിക്കായിരിക്കും നമുക്ക് തിരിച്ചടിക്കുന്ന സാധനങ്ങൾ. ഒരു സമയത്ത് മാത്രമേ മീഡിയനെ ഇഷ്ടപ്പെട്ടു. എപ്പോഴാണെന്നറിയോ? ഇഷ്ടപ്പെടില്ല, ആദ്യം ഭയങ്കര ദേഷ്യം വന്നു. ഞാനൊരു മൂവി കാണാൻ പോയ സമയത്ത് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് അന്ന് മൊത്തം കുറെ മീഡിയാസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഷോക്കായി പോയി, ഇത് ഇങ്ങനെയാണോ ഞാൻ പോയതെന്ന് ആലോചിച്ചിട്ട്. മീൻസ് കുഴപ്പമുണ്ടായിട്ടില്ല. പേഴ്സണലി ഞാൻ അങ്ങനെ അധികം അങ്ങനെ അല്ലാത്ത വേറെ രീതിയിൽ അവരത് എന്താ ചെയ്തത്, എക്സ്പോസ് ചെയ്തത്. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ഭയങ്കര ഹേർട്ടായി. ഞാൻ എന്നിട്ട് അവരെ വിളിച്ച് പറഞ്ഞു, ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടാണ് കുറെ ആൾക്കാരെ വിളിച്ച് പറഞ്ഞത്, അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണം, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞ് എല്ലാവരും എനിക്ക് 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ഒരു നല്ല കാര്യം തന്നെയാണ് അല്ലെ. ചിലവർ അത് ചെയ്യില്ല, ഞാൻ ഇട്ടുപോയി. ഞാൻ വിചാരിച്ചത് കുറെ മീഡിയസിൽ വന്നതല്ലേ, ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞ എല്ലാവരും ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചില നെഗറ്റീവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് വെച്ചിട്ടാവും, നമ്മൾ ഇഷ്ടപ്പെടാത്തവരും കുറെ പേരുണ്ടാവുമല്ലോ, ഇഷ്ടപ്പെടുന്ന പോലെ ഇഷ്ടപ്പെടാത്ത, ഇത് വെച്ചിട്ടാവും നമ്മളെ കളിയാക്കുക. അപ്പൊ ഇത് മെയിൻ സാധനം ഈ പോർഷെ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കണ്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ നല്ല ചെയ്ത ഒന്നും ആയിരിക്കും എടുത്ത് കാണിക്കുന്നത്. അതിൽ എന്താണോ നെഗറ്റീവ് ഉള്ളത് അത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ കാണിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറയുന്നത് അത് പോയി കാണാനാണ്. മനസ്സിലായില്ലേ? അത് അങ്ങനെയാണ്. അതിപ്പം വളരെ കുറച്ച് പേര് മാത്രമേ നല്ലത് മാത്രമേ കാണുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുള്ളൂ. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഞാനായിക്കോട്ടെ, നമുക്ക് ചില കോമഡി, ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ ഇതൊന്നും കംപ്ലീറ്റ്. ഞാൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങൾ ഒരു സിനിമ കാണാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ പോയിരുന്നു. അന്ന് നമ്മുടെ ഈ സീക്രട്ട് ഏജന്റ് എന്റെ അടുത്താണ് ഇരുന്നത്. പുള്ളിക്കാരൻ അതിനെപ്പറ്റി ഒരു വീഡിയോ പുള്ളിക്കാരൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയണമല്ലോ, പോപ്കോണിന്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്തു. നല്ലത് പറഞ്ഞത് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പോപ്കോണിന്റെ ഒരു വീഡിയോ പുള്ളിക്കാരൻ ലൈവായിട്ട് അത് കണ്ടിട്ട് എന്ത് ചെയ്ത്, അത് ആ പയ്യൻ വന്ന് അവന്റെ കൈ കൊണ്ട് തട്ടി അത് വീണതാണ്. മനസ്സിലായില്ലേ? അപ്പൊ വീണ് അവന്റെ ആ ഒരു കൊണ്ടുവന്നിരുന്ന സപ്ലൈയുടെ പയ്യന്റെ കയ്യിൽ നിന്ന് വന്ന് ആവത്തോണ്ട്. അപ്പൊ ഞങ്ങൾ എണീക്കുന്ന സമയത്ത് ക്യാമറ എല്ലാം വന്നപ്പോ അവിടെ നമുക്ക് സാധനം കിടന്നപ്പോ നമുക്ക് രണ്ടുപേർക്കും വൃത്തിയില്ല. ഞാൻ ഡോക്ടറല്ലേ, നിങ്ങൾ എന്താണ് ഇരുന്ന സ്ഥലം കണ്ടുപിടിയെന്ന് പറഞ്ഞിട്ട് മൊത്തം നെഗറ്റീവായിട്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു വ്യക്തി അത് കണ്ടത് കൊണ്ട്, പുള്ളിക്കാരൻ പലവരും അയച്ചത് കൊണ്ട്, പുള്ളിക്കാരൻ അത് കണ്ടത് കൊണ്ട് പുള്ളിക്കാരൻ അതൊരു വീഡിയോ ചെയ്തു. ഞാനത് കണ്ടതാണ്, അവരുടെ കയ്യിലെ ഫോൾട്ട് അല്ല, അങ്ങനെ സംഭവിച്ചാണ്. പക്ഷേ ഇതേപോലെ പല ആൾക്കാരും കാണാത്ത ആൾക്കാരാണെങ്കിൽ അത് നമ്മളെ ഈ പറഞ്ഞ രീതിയിലെ നെഗറ്റീവായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ. അങ്ങനെയല്ല. അതാ ഞാൻ പറഞ്ഞ, ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇരുന്ന സ്ഥലത്ത് ആ ഒരു ഏരിയയിൽ കുറെ പോപ്കോൺ കിടക്കുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുന്ന, അതിന്റെ ക്യാപ്ഷൻ പോലും അതല്ലായിരുന്നു. പക്ഷെ ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത് പോസിറ്റീവായിട്ടാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. അത് ഞാൻ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. മനസ്സിലായി? അത് പക്ഷെ ഒരു പക്ഷേ എനിക്ക് തോന്നിയ കാര്യം, ഒരു പക്ഷെ അത് കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്തേനെ, എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. മനസ്സിലായില്ല? ചിലപ്പോ അത് എങ്ങനെ ഞാൻ അത് കണ്ട് നല്ലതാണെന്ന് പറഞ്ഞപ്പോ ബ്രോ ചെയ്തതിന് താങ്ക് യു എന്ന് വരെ ഞാൻ പറഞ്ഞു. നല്ലത് കണ്ടുകഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയും. മനസ്സിലായില്ല? കാരണം പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ പറയാം, എല്ലാവരിലും നല്ലതും ചീത്തയുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ മാറേണ്ടതായിട്ടും ഉണ്ട്. അതെ, അത് ശരിയാണ്. ക്വസ്റ്റ്യൻ അല്ല അത്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞാണ്, ഇപ്പൊ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് ട്രോൾസുകള് മീഡിയ തന്നെ, ഇപ്പൊ പോർഷെ പനമേര ഇപ്പോഴും ആൾക്കാർ അത് പറഞ്ഞ് കമന്റ്സ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഓരോന്ന്, കാരണം അതൊരു കോമഡി ആയിട്ട് ചിലവർ കാണുന്നുണ്ട്. ഇപ്പൊ അന്നൊക്കെ സത്യം പറയുമല്ലോ, ഞാൻ കണ്ടത് എനിക്ക് വളരെ വിഷമിച്ചിരിക്കുമ്പോ ഞാൻ ചിലപ്പോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ അല്ല സീരിയസ്ലി ട്രോൾ എന്ത് കാര്യം, ആൾക്കാർക്ക് ഇത് കാണാനായിരിക്കും കൂടുതൽ രസം, എന്റർടൈൻമെന്റ്. എനിക്കിപ്പോ അന്ന് എനിക്ക് ചേട്ടനറിയാം, ചേച്ചിനെ അറിയാം, എനിക്കറിയാം. എന്നിരുന്നാ പോലും ഇത് നമ്മളിത് കാണുമ്പോ ചില ട്രോളൊക്കെ ഞാൻ അതാണ് ആദ്യം പറയാം, സോഷ്യൽ മീഡിയ ട്രോൾ വന്നത്. ഇപ്പൊ ഞാൻ ട്രോൾ ഇരുന്ന് കാണുമ്പോ ഞാൻ ഇരുന്ന് ചിരിക്കാറുണ്ട്, ഇരുന്ന് ഞാൻ കോമഡി, ചിലതൊക്കെ നല്ല രസമാണ് കോമഡി. ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പ്യൂർലി എന്റർടൈൻമെന്റ് ആണ്. അവിടെ പല രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കും. എല്ലാവരും ലൈഫിൽ ഓരോ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു, ഫ്രസ്ട്രേഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ചിലർ സങ്കടത്തിരിക്കും, ചിലർ സന്തോഷമായിട്ടിരിക്കും. ഇവരൊക്കെ എല്ലാവരും ടൈം പാസിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനും ഒരു എന്റർടൈൻമെന്റ് ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ ആ രീതിയിൽ മാത്രം കൺസിഡർ ചെയ്ത് നമ്മൾ ഈ മമ്മൂക്ക, ലാലേട്ടനോ അല്ലെങ്കിൽ ഇവരൊന്നും സോഷ്യൽ മീഡിയ ഒന്നും, അല്ലെങ്കിൽ പൃഥ്വിരാജ് സാറൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും വലിയ രീതിയിലൊന്നും എന്ത് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഏത് വരെ ഉള്ളെന്നുള്ളത്, മനസ്സിലായില്ല. അപ്പൊ എന്റെ ചോദിച്ചില്ല ഇതൊക്കെ അഫക്റ്റഡ് ആവുന്നില്ല. ചിലത് കാണുമ്പോൾ ദേഷ്യം വരുമെങ്കിൽ എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് ചിന്തിക്കും, മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ഇതിലിപ്പോ പല കാര്യങ്ങളും നടന്നാലും ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനാണ്. അതാണ് ഞാൻ ചോദിച്ചത്. സോഷ്യൽ മീഡിയ പക്ഷെ ഒരു തരത്തിൽ ഒരു 10% എങ്കിലും അത് നമ്മളെ ഫാമിലിനെ എഫക്ട് ചെയ്യില്ലേ? എനിക്ക് പേഴ്സണലി തോന്നിയാൽ അത് എഫക്ട് ചെയ്യും. നമ്മളെ പോലെ ആവണമെന്നില്ല നമ്മളെ ഫാമിലി അല്ലെ പാരന്റ്സോ ആരെങ്കിലും, മനസ്സിലായില്ലേ. ഇപ്പം അവരെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്താ ഇങ്ങനെ പറയുന്ന, അത് വെച്ചിട്ട് അവര് ഒരുപാട് പേരെ ഫേസ് ചെയ്യുന്നതാണ്, ഒരുപാട് പേര് ചോദ്യങ്ങൾ വരും. നമുക്കിപ്പോ ഇത് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. ചിലപ്പോ അവരത് നോക്കുന്നുണ്ടാവും. നമ്മൾ എത്ര നമുക്ക് എഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ ചേട്ടനായിക്കോട്ടെ ഞാനായിക്കോട്ടെ ആ കാര്യത്തില് എന്റെ പാരന്റ്സ് ആണെങ്കിലും ഇവരുടെ പാരന്റ്സ് ആണെങ്കിലും അത്യാവശ്യം നമ്മളെ തല തിന്നുന്നില്ല, മനസ്സിലായില്ല. കുഴപ്പമില്ല, അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്റെ അച്ഛനമ്മയൊന്നും അത് മീൻസ് അവരാരും സാധാരണ കല്യാണം ഉറപ്പിച്ച വീട്ടില് പാരന്റ്സ് ഇങ്ങനെ പറയില്ലേ ഇതെന്താണ് ഇങ്ങനെ, അങ്ങനത്തെ രീതിയിലൊന്നും അച്ഛനമ്മയൊന്നും അങ്ങനത്തെ ഒരു ടോപ്പിക്കേ വീട്ടിൽ സംസാരിക്കുന്നത്. അതൊരു കാര്യം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു ഫാമിലി ഉണ്ടാവണമെന്നില്ല. കാരണം ഞാൻ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്ട് ആവുന്നത് എന്റെ പാരന്റ്സ് ആണ്. അവരെത്രക്ക് ഇതാന്ന് പറഞ്ഞാലും അവരെ മോൾക്ക് ഇങ്ങനെ വരുമ്പോ അവര് അമ്മേനെ പറ്റിയുള്ള ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ഉമ്മാരെ കൊണ്ട് തൽക്കാലം എന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ്സോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോ പോസിറ്റീവ്സ് കാണുമെന്നാണ് അഭിപ്രായം. സന്തോഷം. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള അതിനെ പറ്റി ഒരു അമ്മയെന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? അല്ലെ ഇപ്പൊ അമ്മേന്റെ അഭിപ്രായം എടുത്തു കാണത്തില്ലല്ലോ, അമ്മ പറഞ്ഞു. ചെറിയ കാര്യങ്ങൾ ഇപ്പൊ കുറച്ച് മുന്നത്തത് വന്നത് തന്നെ നമുക്ക് ഹിലാന്ന് പറയുന്ന കുട്ടിനെ നമുക്ക് അല്ല എന്തായാലും വിഷമോ അല്ലെങ്കിൽ അതൊരു സ്ട്രെസ് ഫീൽ ചെയ്യുമല്ലോ. നന്നായി വിഷമം. അല്ല ഇത് കാണുന്നുള്ളവരും മനസ്സിലാക്കുക നമുക്ക് ഫാമിലി ഉണ്ട്. സോ ഒബ്വിയസ്ലി എന്ത് ചെയ്യുക, അവരെയും കൂടെ കൺസിഡർ ചെയ്യാം. നമ്മള് നിങ്ങളുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി വന്ന് നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലോ വന്ന് നമ്മളൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യാനോ വരുന്നില്ല. ആ ഒരു എന്താ പറയാ ഫ്രീഡം നമുക്കും വേണം. ഒബ്വിയസ്ലി നമ്മളെ ഫാമിലിനെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാത്തിനും പോയി അവര് ആൻസറബിൾ ആണ് നമ്മൾ ചെയ്യുന്നത്, മനസ്സിലായില്ല. അപ്പം ഇത് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ഒരാളാണെങ്കിലും ഒരു ഫാമിലി ഉണ്ടെന്നുള്ള എന്റെ വൈഫിനെ ഞാൻ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം കണ്ടല്ലോ, ജിമ്മിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചു, പറഞ്ഞ ഇല്ല ഞാൻ ചുമ്മാ നോക്കി ജിം ബാഗ് എടുത്താൽ വന്നത്, അതിനകത്ത് തുണിയാണ് സാധനം കൊണ്ടുപോയത്. ജിം കോസ്റ്റ്യൂമിൽ ഇറങ്ങി. നിനക്ക് ഇവിടെ വരുന്ന കാര്യം അറിയായിരുന്നോ? ചുമ്മാ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയത്. ഓക്കെ, അപ്പൊ കല്യാണത്തിന്റെ പ്രിപ്പറേഷനിലൊക്കെയാണ് ആള്. പിന്നെ എന്താ പറയാ, ഇപ്പൊ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ തടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെന്താ പറയാ, വളരെ നല്ല കുട്ടിയാണ്. എന്നുവെച്ചാൽ എന്ത് വെയിറ്റ് കുറയുന്നില്ലേ? 112 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവരികയാണ്. ഇനി ഇതുപോലെ ചേട്ടന്റെ ഫാൻസിനോടും കൂടി കുറച്ച് കാര്യം പറയുന്നുണ്ട്. റോബിൻ ചേട്ടൻ തടി ഫാൻസ് അല്ല ഫാമിലി അധികം പറഞ്ഞില്ല. പറഞ്ഞോ റോബിൻ ചേട്ടൻ തടിച്ചാ എനിക്ക് തെറി, റോബിൻ ചേട്ടൻ ഡോക്ടറായിട്ട് കയറിയില്ലെങ്കിൽ എനിക്ക് തെറി. ഇതൊക്കെ എന്തിനാ എന്നോട് വന്ന് തെറി പോയി വർക്ക്ഔട്ട് ചെയ്താൽ എനിക്ക് തെറി. നീ ജിമ്മിനെ പോയി ആ റോബിൻ കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെ നിനക്കൊന്നും ഞാനല്ല ആളുടെ ജിം ട്രെയിനർ, എനിക്ക് പറയാനേ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് കൊത്തുപണി എടുത്ത് അത് ശരിയാട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ അംജുക്കാനായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോ അംജുക്ക് ഇപ്പൊ പണ്ട് കല്യാണത്തിന് വന്നപ്പോ നല്ല മുടിയൊക്കെ വെട്ടി സെറ്റ് ഇതായിരുന്നു. ഇപ്പൊ മുടിയൊക്കെ വളർത്തി അവന്റെ ഇഷ്ടം. ഞാൻ ഇന്ന് മുടി വെട്ടാനൊക്കെ പറയും. കമന്റ്സ് മൊത്തം ഇന്ന് അംജുക്ക് എന്താ ഈ മുടി എടുത്തു ഒന്ന് പറഞ്ഞുകൂടെ, ഹിലക്കൊന്നും മുടി വെട്ടാ ഹെയർ സ്റ്റൈൽ മാറ്റി ഫുൾ കമന്റ്സ്, ഒരു ഷോർട്സിന്റെ കമന്റ്സ്. ഞാൻ എന്ത് ചെയ്തിട്ട് ഇവര് എങ്ങനെയായിരുന്നു ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ശരി. ചോദിക്കാൻ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കാൻ പാടില്ല. എന്നാലും ഞാൻ ചോദിക്കണം അടുത്ത ചാനൽ ഒരു ഗോളൊക്കെ ഉണ്ടായിരിക്കില്ലേ നമുക്ക് ഇന്നത്. എന്റെ യഥാർത്ഥത്തിൽ അടുത്ത ഗോളിനെ പറ്റി പറയാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഗോൾ. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പഠിച്ചൊരു കാര്യം, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല, മനസ്സിലായില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മറ്റൊന്ന് വെച്ചാൽ എന്റെ സന്തോഷം കൊണ്ട് ഞാൻ എല്ലാവരുടെ എല്ലാം പറയും, ഓപ്പണായിട്ട് എല്ലാം ചെയ്യും. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കാരണം ഒരുപാട് എനിക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായത്. അത് മനസ്സിലാക്കിയതോടുകൂടി ഇനി അധികം കാര്യങ്ങൾ എന്റെ എന്താണ് ഗോൾസ് എന്നുള്ളത് ആരും അറിയാതെ ഞാനും പഠിച്ചൊരു പാടാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് നടത്തിയെടുത്തിട്ട് കാണിക്കുമ്പോ അവർക്കും സന്തോഷമാണ് നമുക്കും സന്തോഷമാണ്. കാരണം അല്ലാണ്ട് ഇവര് പിന്നെ അതും വെച്ചിട്ടായിരിക്കും ചിലപ്പോ നമുക്കൊരു സ്ട്രെസ്സും കൂടിയാണ് അത്. അപ്പൊ എന്തായാലും പാലാരിവട്ടത്ത് നമ്മളെ പൊടി ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ആരും കുറ്റം പറഞ്ഞില്ല, പൊടി പറഞ്ഞ കൂടി
പൊടിന്റെ സോഷ്യൽ മീഡിയയിൽ ആരെടുത്തെങ്കിലും എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ പറയാം. എന്നെ സ്നേഹിക്കാനും വരണ്ട, എന്നെ ഉപദ്രവിക്കാനും വരണ്ട. ഞാൻ എന്റെ വഴിക്ക് സൈഡിൽ കൂടെ പോണ ഒരാളാണ്. എന്റെ വഴിക്ക് എന്റെ കാര്യം ചെയ്യാൻ വിട്ടാൽ മാത്രം മതി. അല്ല, എനിക്ക് ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു ഫിൽറ്ററിയും ഇല്ല. പറയേണ്ടത് ഡയറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്യും. എനിക്കത് എല്ലാവർക്കും ആ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഞാനെന്നൊക്കെ പറയുന്നത് ചില സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾട്ട് കറിയായിരിക്കും ഞാൻ. അതല്ല, അങ്ങനല്ലേ വേണം. ചിലപ്പോ ഞാൻ പ്ലീസ് ചെയ്യും. ഇപ്പൊ നമുക്കൊക്കെ വരുമ്പോ എനിക്ക് കുറച്ച് ഇമേജ് കോൺഷ്യസ് എന്ന് പറയാൻ പറ്റില്ല. ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഇതാവില്ലേ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ചിലവർക്ക് മാത്രമേ ഒരു ഇതുള്ളൂ, ഞാൻ എന്താണോ അത് കാണിക്കുക, ഇല്ലാണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടണമെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യണതല്ല. അതേ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് ചേച്ചിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയതാ, അപ്പൊ ഒരു ഞെട്ടൽ വന്നേട്ടാ. ഞങ്ങൾ കൊച്ചു വർത്താനങ്ങൾ അത് ഇട്ട് വാങ്ങുന്നതാ. നിങ്ങൾ എന്തായാലും സംസാരിക്കുമല്ലോ, അപ്പൊ വെറുതെ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ചിട്ട് എപ്പോഴും അതിനെ ഒരു സുഖമില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ അത്രയും പണ്ട് തൊട്ടേ അറിയുന്ന കൊച്ചാണ്. ഒരു ചോദ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നാളായിട്ട് ഉണ്ട്. ഓക്കെ, ഇതില് പേരൊന്നും പറയണ്ട, ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ അവരിനി കൺമുന്നിൽ കാണണ്ട എന്ന് വിചാരിക്കുന്ന കുറച്ച് പേര് കാണും. ഇല്ല, സത്യമായിട്ടില്ല. എല്ലാരും ഇഷ്ടമല്ല, ഇഷ്ടമല്ല, വെറുക്കുന്ന, എനിക്ക് അവരെ കാണേ അങ്ങനൊന്നുമില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തവര്, എനിക്ക് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കോണ്ടാക്ട് വേണം. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെടുത്ത് ലൈക്ക് എന്താണ് പറയാനുള്ളത്, സ്നേഹമാണെങ്കിൽ എന്താണെങ്കിലും പറയാനുള്ളത്. സത്യമായിട്ടും എനിക്ക് അങ്ങനെ വെറുപ്പ് കാര്യങ്ങളില്ല. എന്തൊക്കെ വന്നാലും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും രീതിക്കൊക്കെ സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് ആരെയും സങ്കടം കിട്ടുക, നമ്മൾ അത്രയും സ്നേഹിച്ചവരെന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു വിഷമം കിട്ടുമ്പോഴാവും. അല്ലെങ്കിൽ ഇപ്പൊ അറിയാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ എനിക്കൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ചിലപ്പോ എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കും, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കും, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കും, എന്തുണ്ടായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ആരും ഉള്ളിലൊരു വെറുപ്പോ ദേഷ്യമോ പിടിച്ചിരിക്കാതിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ തിരിച്ചു വന്ന് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് തിരിച്ച് ഫ്രണ്ട്ഷിപ്പ് ആവും. ഫ്രണ്ട്ഷിപ്പ് ആയില്ലായിരിക്കും, പക്ഷെ സംസാരിക്കും. ഞാൻ ആരാണെങ്കിലും അത് എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ല, പക്ഷെ എനിക്കൊരു സന്തോഷമായിരിക്കും. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോ വീണ്ടും ഒരു പണി എന്ത് ചെയ്യും? ഞാൻ കണ്ടീര് കണ്ട് പഠിത്ത് ഞാൻ ഇപ്പൊ നമ്മൾ യൂട്യൂബ് എന്നുള്ളൊരു വീഡിയോ നമ്മൾ യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കും. ഇപ്പൊ യൂഷ്വലി ഒരു കാര്യമാണ്, നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ അടി ഉണ്ടാവുന്നു. പിന്നെ കുറച്ചു കാലം ഇപ്പൊ എന്റെ ഒക്കെ സ്കൂളിൽ തിരിച്ചു വരുന്നു. ഇപ്പൊ ഞാൻ സ്കൂളിൽ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, അവര് അടിച്ച് പിരിഞ്ഞിട്ട് പിന്നെ കുറെ കാലം കഴിച്ചിട്ട് നമ്മള് ഫ്രണ്ട്ഷിപ്പ് വിടും. പക്ഷെ അവര് ഇപ്പൊ അതിന്റെ ഏറ്റവും കൂടുതൽ ചങ്സ് ആയിരിക്കുന്നത് അവരാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ബോണ്ട് ചിലപ്പോ ബിൽഡ് ചെയ്തെടുക്കുമായിരിക്കും പണ്ടത്തേക്ക്. യൂട്യൂബ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? 3.5 വർഷം. നമ്മൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 1 മില്യൺ കഴിഞ്ഞ്. 1 മില്യൺ 1 ലാഖ് 1 മില്യൺ കഴിഞ്ഞു. പിന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടാറ് കിട്ടി. ഓക്കെ, അപ്പം അപ്പൊ എത്ര വീഡിയോസ് ചെയ്താണ് ഇതുവരെ? ഞാൻ 520 തോന്നുന്നു. ഓക്കെ, എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ലാം മാലി യൂട്യൂബ് കൊണ്ട് ഇതുവരെ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കി? പറയാൻ പാടൂല, എനിക്ക് ഞാൻ കറക്റ്റ് കണക്ക് കൊടുത്തിട്ടില്ല. ഒന്ന് ഞാൻ പറയാം, ഞാൻ ടാക്സ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയാൻ പാടില്ലെന്നുണ്ടോ? അതല്ല, ഒന്നാമത്തെ യൂട്യൂബ് വരുമാനം നമുക്ക് സ്റ്റേബിൾ അല്ല. ഇന്ന് ചിലപ്പോ നമുക്ക് ഇന്നലെ വർഷത്തിൽ ഇത്ര ഒരു റേഞ്ചിൽ കാര്യം പറയാം. ഇപ്പൊ എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് നടന്നു പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എല്ലാം. ഞാൻ യൂട്യൂബിൽ അങ്ങനെ പറയാൻ പാടില്ലെന്നുണ്ടോ? ശരിക്കും ഒരു പ്രോട്ടോകോൾ യൂട്യൂബിന് വരുമാനം കറക്റ്റ് പറയാൻ പാടില്ല. അവരുടെ ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, നമുക്ക് യൂട്യൂബ് ഗൈഡ് ലൈൻസിലുള്ളതാണ്. അല്ല, അങ്ങനെയല്ല, എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ പറയാം, നമുക്ക് ചെലവുകളുണ്ട്. ഇപ്പൊ എന്റെ കല്യാണം വന്നു, പൈസ പൊട്ടുന്നു, പഠിപ്പ് പൈസ പൊട്ടുന്നു, എവിടേക്കെങ്കിലും പോകുന്നിട്ട് ഞാൻ UK അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് പൈസ പൊട്ടുന്നു. അതുണ്ട്. യൂട്യൂബിൽ നമുക്ക് നല്ല വരുമാനവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. യൂട്യൂബിൽ നിന്ന് നല്ലൊരു വരുമാനം. ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇല്ല, അങ്ങനെയല്ല കഥ.
ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് അത് ഞാൻ എന്ത് ചെയ്തു, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ അത് എന്താ സംഭവിച്ചത്, അത് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഹൈഡ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. മോണിറ്റൈസേഷൻ ഒക്കെ അവർ ഓഫ് ചെയ്യും, പിന്നെ നമുക്ക് റീച്ച് പോവാതിരിക്കും, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരും. ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നത് 2 വർഷത്തേക്ക്. അപ്പൊ ഇപ്പൊ ബ്രേക്ക് മാറ്റിയിട്ട് പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇത് കാണുന്ന ആൾക്കാരെല്ലാരും പുതിയൊരു ചാനലിനെ കൂടെ എന്നോട് കൊറേ പേര് ചോദിക്കുന്നതിന് ലാസ്റ്റ് കമന്റിന് ആർക്ക് ചേച്ചിന്ന് വിളിക്കുന്നത് പ്രായം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നിങ്ങൾ ഗസ് ചെയ്യും ആരതിക്ക് എത്ര വയസ്സുണ്ട്? അതല്ല, ഞാൻ മുന്നേ എത്ര വയസ്സുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന? അയ്യോ, എനിക്ക് പറയുന്ന വിമ്പിൾ കിട്ടുന്നു. എന്നെ എത്ര വർഷമായിട്ടാണ് അറിയാം? 2009. എനിക്ക് 19 തൊട്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. അല്ല, എനിക്ക് ചേച്ചിന് 18 തൊട്ടിട്ടേ അറിയാം. മോളെ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യണം. ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത്, അതെ, ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ചേച്ചി മറ്റേ ഓൺടർപ്രണർ ആയി തോന്നുന്നുണ്ട്. അതെ, കാണുമ്പോ അങ്ങനല്ലേ പറയൂല. ഇപ്പൊ എനിക്ക് ചേച്ചിനെ അറിയില്ല, അപ്പൊ കാണാത്തൊരു ചേച്ചി പറയുമ്പോ ഞാൻ എന്റെ വയസ്സ് അല്ലെങ്കിൽ എന്നെക്കാൾ കണ്ട എന്റെ ഉമ്മ കണ്ട എന്നെക്കാളും താഴെ. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് അല്ല അത്രേ പറയുള്ളൂ ശരിക്കും. ഉപ്പ ഡോക്ടറിന്റെ കട്ട ഫാനാണ് എന്റെ ഉപ്പ എന്ന് പറയണത്. മോനെന്നാണ് പറയണത്. ഒരു ഉപ്പ പറയുന്നത് ഉപ്പാടെ ഒരു മോനെന്നാണ് ഡോക്ടറിനെ വെറുതെ അല്ല കേട്ടോ. അത് ആ സീസൺ കണ്ടിട്ട് തുടങ്ങിയ ഒരു ഇഷ്ടമാണ്. അത് വല്ലാത്തൊരു ഇഷ്ടമാണ്. അവരോട് ഇങ്ങോട്ട് ദേഷ്യമാണ്. പിന്നെ ഡോക്ടർ മറ്റേ ബിഗ് ബോസിന്ന് ഇറങ്ങിയില്ലേ, ആ ഒരു ഇത് വന്നില്ലേ, ഇപ്പൊ ശബ്ദം എടുത്തു. ഇനി ബിഗ് ബോസ് കാണില്ല. ഇനി എന്റെ മോള് ബിഗ് ബോസിൽ പോവാണെങ്കിൽ മാത്രമേ ഞാൻ സീസൺ കണ്ടു. ഉപ്പ കണ്ടിട്ടില്ല. ഉപ്പ അതിനുശേഷം മോള് പോണെന്ന് എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് പേടി തുടങ്ങി കഴിഞ്ഞ സീസണിലാണ് ശരിക്കും കണ്ട് ഇങ്ങനെ ഇരുന്ന് തുടങ്ങിയത്. പിന്നെ എന്തിനാ വെറുതെ ആവശ്യത്തിന് ആൾക്കാരെ അറിയുന്നുണ്ട്. ഇനി കൂടുതൽ അങ്ങനെയല്ല, നമ്മുടെ ഫുൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഈ സീസണാണ് 24/7 ലൈവ് കാണുന്നത്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മള് കുളിക്കാൻ പോകുന്നത്, നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. നമുക്കൊക്കെ ഒരു പേഴ്സണൽ കുറച്ചൊരു പ്രൈവറ്റ് ലൈഫ് നമുക്ക് ഉണ്ടായിരിക്കില്ലേ. നമ്മളെല്ലാം പെർഫെക്റ്റ് ആവില്ല ഒരിക്കലും. ചില സമയത്തൊക്കെ ഞാൻ ചെരിപ്പിടാണ്ടൊക്കെ ഞാൻ ബാത്റൂമിൽ നമ്മളെ വീട്ടിലൊക്കെ ഞാൻ ഇടയ്ക്ക് എപ്പോഴും നീറ്റായിട്ട് അങ്ങനെ ആരെങ്കിലും ചെരിപ്പിടാൻ പോയില്ല. ഇപ്പൊ പലവരും ഇപ്പൊ ബിഗ് ബോസിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. പിന്നെ ഹൈജീന്റെ കാര്യമൊക്കെ ഇതൊക്കെ നമ്മൾ കാഷ്വലായിട്ട് ഇരിക്കണം. ചിലപ്പോൾ ക്യാമറയിൽ കൂടി വരുമ്പോ നമ്മൾ വേറെ രീതിയിലാവും പോർട്രേ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് അതിൽ യാതൊരു താല്പര്യം. ഞാൻ പോയ ശരിയാവത്തൂല്ല. പിന്നെ കോംബോ ഒക്കെ വേണം. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല്ല് കഴിക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പല്ല് കഴിക്കാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പൊ അടുത്തൊന്നും കഴിച്ചിട്ടില്ല, ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടായിരിക്കും. കുളിക്കാതെ ഇരിക്കോ? ഞാൻ ചില ദിവസങ്ങളൊക്കെ കുളിക്കാണ്ടിരിക്കും. ലൈഫ് സ്റ്റൈൽ എന്ത് ബ്ലോഗർ പറഞ്ഞു? അല്ല, വയസ്സിന്റെ കാര്യത്തിലല്ലേ പറഞ്ഞേ. കുളിക്കാന്ന് വെച്ചാൽ നമ്മള് തല കുളിക്കില്ല. മെയിൽ ഞാൻ കുളിക്കും, മെയിൽ കുളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ തല കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഒന്നാമത് എനിക്ക് നല്ല അലർജി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹെയർ ഫോള് ഭയങ്കരമായിട്ട്. ഇപ്പൊ UK പ്രത്യേകം എത്തിയപ്പോ അവിടുത്തെ വെള്ളം എനിക്ക് തീരെ പറ്റുന്നില്ല. എങ്ങനെയുണ്ട് അവിടെ? നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണോ? അവിടുത്തെ ആദ്യമായിട്ടല്ലേ UK പോകണം? എനിക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രം വീട്ടില്, വേറെ ഒന്നുമില്ല. ഞങ്ങളൊരു ലോകം, സമാധാനം, വേറെ ഒന്നുമില്ല. ഫുൾ നമുക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ആരും നോക്കണ്ടോ ഇത് ചെയ്യാൻ പറ്റില്ല, അതൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു ലോകവും കാര്യങ്ങളൊക്കെ. എനിക്ക് കുളിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. മെയിൽ ഞാൻ ഡെയിലി കുളിക്കും. പിന്നീട് ആലോചിച്ചേട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടേക്ക് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ കുളിക്കൂല അവരെ എത്രത്തോളം കിട്ടും എന്നുള്ളത്. ഞാൻ കറക്റ്റ് സത്യമായിട്ട് പറയണല്ലോ. ഞാൻ രണ്ടുപേരും കുളിക്കും. ഇപ്പൊ കൂടി കുളിച്ചിട്ടാവുന്നത്. പൊടി നീ രാവിലെ കുളിച്ചാ? നീ എപ്പോ രാവിലെ കുളിച്ചു? ഞാൻ കുളിച്ചു. ഞാൻ കുളിച്ചിട്ടാവുന്നത്. അങ്ങനെയല്ല, ഞാൻ
ഞാൻ സാധനങ്ങൾ നമ്മളെ അച്ഛനമ്മമാര് കണ്ടപ്പോ അത് സത്യം പറയും. അതെ 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 പിന്നെ അത് വിടാം. പൊടിക്കാൻ ഭയങ്കര വൃത്തി. നിങ്ങൾ ഒന്നിലും ഉറച്ചിക്കണ നമ്മള് ഒരുമിച്ച് അതേപോലെ ആയതുകൊണ്ട് ഞങ്ങളുടെ നമുക്ക് ഡ്രസ്സ് റൂമിൽ നിന്ന് ഇങ്ങനെ വീണ് ഡോറ് കഴിഞ്ഞിട്ടാണ് വീണ് കിടക്കുമ്പോ അതിന് നമുക്ക് ഭയങ്കര എന്തുണ്ട് പോയി മലപ്പുറത്ത് കൂടുതലാണ് ആ കാര്യം. കുഴപ്പമില്ല. ഞാൻ സത്യം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കല്യാണം കാണാനുള്ള ഒരു സത്യം പറഞ്ഞു ഭയങ്കര ഇതുണ്ട് എന്താ ഒരു കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ പ്രായം എനിക്ക് ഒക്ടോബറിൽ 34 വയസ്സാവേ. അപ്പൊ ഒബ്വിയസ്ലി അതിനുള്ള ആഗ്രഹിക്കാനുള്ള സമയമാണ്. അതുപോലെ ഏതാ ഉപ്പ പറയണ്ട് ഞങ്ങളോട് ഡേറ്റ് അറിയാൻ എങ്ങനെയെങ്കിലും ലീവ് ഇട്ട് എനിക്ക് കല്യാണത്തിന് അല്ല അതൊന്നും ഒബ്വിയസ്ലി കല്യാണത്തിലാണ്. ഇരുന്ന് പറയണ്ട് എനിക്ക് 24 വയസ്സ്. ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് 4 വർഷമായി. എനിക്ക് 32 വയസ്സായിരുന്നു. 31 കയറി എന്ന് വെച്ചാൽ ഞാൻ 2022 കയറി. ഇപ്പൊ 24 ആയില്ലേ. ഞാൻ 90 പോണം. അംജുന് എത്ര വയസ്സുണ്ട്? 32. 92 പോണം. 92. അംജുക്കാർക്ക് നിങ്ങളൊക്കെ 30s ഞങ്ങളൊക്കെ 2000. അതെ പൊടി പറഞ്ഞ അവിടെ ക്യാമറ ഉള്ള കാര്യം. പൊടി അങ്ങ് എന്ത് ചെയ്യാ? ഇനി കുറച്ചുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം വിളിച്ച് പറയും കേട്ടാ. അപ്പൊ എത്ര മിനിറ്റാണോ? ഏറ്റവും കംഫർട്ട് സോണിൽ മാത്രമാണ് ഇത്രയധികം സംസാരിക്കുള്ളൂ. അതെ അതെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പറ്റില്ല. ഇന്റർവ്യൂവിന് പോകുമ്പോ ആദ്യം മിണ്ടൂല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂർ ആകുമ്പോ തൊട്ട് സീക്രട്സ് എല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പൊ നല്ല കംഫർട്ട് സോണിൽ ഈ ക്യാമറ ഉള്ളതുകൊണ്ട് ഇത്രയൊക്കെ കുറച്ച് കുറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പറയുന്ന ഒരു പരദൂഷണം പറയാം. പറയാറില്ല. അതിനിടയിൽ പിടിച്ചിട്ട് ഞങ്ങൾ നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറയുന്നു. ആ വിശേഷം എന്തെങ്കിലും ഒന്ന് പറയും. അതായത് പൊടി പറയും. ഞാൻ അസ്ലേനെ എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ പണ്ട് തൊട്ടേ വീഡിയോസ് ഒക്കെ അറിയാം. പക്ഷെ എന്നെ അറിയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല പണ്ട് തൊട്ടേ. അപ്പൊ ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടി ഭയങ്കര ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടി ഭയങ്കര അടിപൊളിയാണോ നല്ല രീതിയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോ അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് സർക്കിളിലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരു എന്തൊരു കോൺട്രവേഴ്സി വന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ കുട്ടിക്ക് എന്നൊക്കെ അറിയാം. പിന്നീട് മനസ്സിലാവുന്നത് ചേച്ചി അതന്നെ എന്റെ ചേച്ചിയാണ്. ആര്യ ചേച്ചിയുടെ ചേച്ചി എന്റെ ടീച്ചറായിരുന്നു. എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ എന്റെ കോളേജില് മാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു മാമിനോട്. അങ്ങനെയാണ് എനിക്ക് ആര്യ ചേച്ചിനെ അറിയുന്നത്. കാരണം മിസ്സിന്റെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ മാമിനെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് മാം ഒരു കാര്യം. പിന്നെ മാമിന്റെ ഭംഗിയിലും മാം നന്നായി അറിയില്ല. അപ്പൊ അവിടുത്തെ ആമ്പിളരൊക്കെ പറയും മാമിന് നല്ല അടിപൊളി അനിയത്തിന്റെ ഇൻസ്റ്റാഗ്രാം. പിന്നെ ഞാൻ നോക്കിയപ്പോ ചേച്ചി ആ സമയത്ത് ഓൺടർപ്രണർ ആണ്. അപ്പൊ ഞാൻ ഭയങ്കര ഫാനും അതിന്റെ ഡ്രസ്സുകൾ ഇടുന്ന കാര്യം. എനിക്ക് ആ സമയത്ത് യൂട്യൂബ് ഒന്നുമില്ല, സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല. അപ്പൊ ചേച്ചിന്റെ ഡ്രസ്സുകൾ ആയിക്കോട്ടെ അത് ഇതെന്നൊക്കെ എനിക്ക് ഭയങ്കര ആരാധനയായി ആ സമയത്ത്. അല്ലെ എനിക്ക് എന്താന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ അറിയുന്ന ആളെ എന്നെ സപ്പോർട്ട് ചെയ്ത് സന്തോഷം. അപ്പൊ എനിക്ക് കണ്ടപ്പോ എനിക്ക് ആ കോൺട്രവേഴ്സി എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം എനിക്ക് അറിയുന്നതും ഇതല്ലോ. അപ്പൊ എനിക്ക് അതാ ഞാൻ ആ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ ഞാൻ ഇടാറില്ല. ആകെ ഞാൻ ഇട്ടേക്കുന്നത് മാത്രം തോന്നുന്നുണ്ട്. ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്തേക്കുന്നത് ഞാൻ അങ്ങനെ സപ്പോർട്ട് ഇല്ല, എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷം അപ്പൊ എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യല്ല, ആദ്യം അവസാനം മാത്രം ഇപ്പൊ തന്നെ ഇടും. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അല്ല ഇത് കിട്ടും, ഇത് കുഴപ്പമില്ല. നമ്മളിപ്പോ സൈബിൽ ഇട്ടല്ലോ, ഇട്ടിട്ട് പോണതേ ഉള്ളൂ. അല്ലേ പൊടിയെ അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ഇനി അവിടെ പോകുമ്പോ കട്ടാവും. ഒന്നും കട്ടാക്കാതെ ഇതില്ലെങ്കിൽ ഞാൻ CCTV എടുത്തിട്ടുണ്ട്. ഇല്ല ആരെയും പറ്റി മോശമായിട്ട് ഞാൻ ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞു അഭിപ്രായങ്ങളില്ലേ പറഞ്ഞുള്ളൂ. അല്ലെ നമ്മൾ ആരും അപ്പൊ ഇത്ര ഞാൻ ഇപ്പൊ ശരിക്കും വന്നേക്കുന്നത് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്ന ഒരിക്കലും പ്ലാൻഡ് അല്ലായിരുന്നു. അല്ല ഇതിന് മുന്നേ ആക്ച്വലി ഒരു വീഡിയോ എടുത്തു. അപ്പൊ ഈ സൗണ്ട് കാരണം ജസ്റ്റ് ഒരു എന്ത് ചെയ്ത് തിരിച്ച് റീടേക്ക് എടുക്കാന്ന് വിചാരിച്ച വീഡിയോ ഒരു 45 മിനിറ്റ്. ഞാനിവിടെ റോബിൻ ചേട്ടൻ ഉണ്ടെന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ചേച്ചി പറയുന്നത് മീറ്റിംഗിലാണ് റോബിൻ ചേട്ടൻ്റെ ഉള്ളിൽ. പിന്നെ ചേട്ടൻ വന്നു, നമ്മൾ സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ കുറെ സംസാരിച്ച് ഇതൊരു വിശേഷം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന കംഫോർട്ട് സോണിൽ ഞാൻ ഇരിക്കുന്നിടക്ക് കുറെ പേര് റോബിൻ ചേട്ടനോട് ബഹുമാനം കാണിച്ചില്ല, അവളെ ഇരിക്കണ കണ്ടില്ല എന്നൊന്നും പറയുന്നത്. ഞാൻ ചേട്ടനെ
ഒരാളിന്റെ കംഫർട്ടിനനുസരിച്ച് ഇരിക്കുക. അതെ. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. എനിക്കിപ്പോ കാല് ഇങ്ങനെ എടുത്ത് വെക്കാൻ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ വെക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഇപ്പൊ എനിക്കിപ്പോ ഒരു 10, 60, 65, 70 വയസ്സായ ഒരു കളവനാണെങ്കിൽ ഓക്കെ നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യാം ഒരു മര്യാദ. ഇപ്പൊ ഞാനിപ്പോ നമ്മൾ തമ്മിൽ അത്ര ഒരു 1-2 വയസ്സ് 4 വയസ്സെന്ന് പറയുമ്പോ നല്ല വ്യത്യാസം നമ്മൾ തമ്മില്. 4 വയസ്സാ 34 എന്ന് പറയുമ്പോ നല്ല വ്യത്യാസം ഓ. എനിക്ക് 7 വയസ്സിന്റെ 27. 7 വയസ്സ് പഠിച്ചോനെ. അത് അങ്ങനെയൊന്നുമില്ല. നിനക്ക് ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ ഇങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ. ഓരോരുത്തർ കംഫർട്ട് അല്ലേ, അത് അധികം വലിയ കാര്യമൊന്നുമില്ല. ഈ ചിന്താഗതിയൊക്കെ മാറേണ്ട സമയമില്ലേ? ഇതിനെ പറ്റിയല്ലേ അസല സംസാരിക്കുന്നത്. Yes. ചോദിക്കൂ സുഹൃത്തുക്കളെ നിങ്ങൾ അല്ലേ? ചോദിക്കൂ അല്ലേ? ചോദിക്കണ്ട അതന്നെ. അല്ല ഈ ചേട്ടന് ഇങ്ങനെ ഒരു നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ആദ്യമായിട്ടാവില്ല ഇങ്ങനെ ഒരു സംസാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. സാധാരണ ഒരു ഇന്റർവ്യൂ മോഡല്ലേ എപ്പോഴും. ഇത് ഇന്റർവ്യൂ ഒന്നല്ലല്ലോ. അതാ ചോദിച്ചേ, ഇന്റർവ്യൂ ആയിട്ടല്ലേ സാധാരണ ഇരിക്കാറ്. ഇതിപ്പോ ഇങ്ങനല്ലേ പ്രിപ്പയർഡ് ആയിട്ട് ഒരു ഇങ്ങനെ സംസാരം വരുന്നതിനെ പറ്റി ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് സംസാരിച്ചു തുടങ്ങിയാൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, അതിൽ കൂട്ടത്തിൽ ചേർത്ത് അങ്ങ് എന്ത് ചെയ്യും പറയും. എനിക്ക് ഇത്ര കാര്യമുള്ളൂ, അത് എഡിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ പലരും അത് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇടുന്നത്. അത് പിന്നെ അവർക്ക് ടൈമിംഗ് ഉണ്ടല്ലോ. നിന്റെ ചാനലായോണ്ട് പിന്നെ പ്രശ്നമില്ല. ഇവിടെ നിന്ന് ഇപ്പൊ ഇട്ടിട്ടേ വിടുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പൊ എല്ലാവരും നല്ല ശുഭമായിട്ടിരിക്കട്ടെ. പിന്നെ അത് മാത്രമല്ല പ്രത്യേകിച്ച് ഇതിന്റെ അകത്ത് എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യാനുള്ള കാര്യം കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യൂ. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോന് നമ്മുടെ അസ്ല മാലി തരുന്നതായിരിക്കത്തില്ല. പിന്നെ ട്രോളർമാർക്ക് എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിടാവുന്നതേ ഉള്ളൂ. അല്ല അത് ഞാൻ പറഞ്ഞ ഇതിന്റെ അകത്ത് ഇപ്പൊ റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ട്രോൾ അല്ല ഞാൻ പറഞ്ഞ റിയാക്ട് ചെയ്യാനുള്ള കണ്ടന്റുകൾ ഇതിന്റെ അകത്തുണ്ട് ഒബ്വിയസ്ലി. അപ്പൊ അത് റിയാക്ട് ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല. അല്ല അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ എല്ലാവർക്കും ശുഭദിനം. ഓക്കെ ശുഭദിനം. സ്വന്തം ശുഭദിനം.